അധ്യാത്മരാമായണം യുദ്ധകാന്ഡം കുംഭകർണവധം. സോദരനേവം പറഞ്ഞതു കേട്ട് അതിക്രോധം മുഴുത്ത ദശാസ്യനും ചൊല്ലിനാൻ, ജ്ഞാനോപദേശം എനിക്കു ചെയ്യുവാനല്ല, ഞാനിന്നുണർത്തി വരുത്തി യഥാസുഖം നിദ്രയെ സേവിച്ചുകൊള്ളുക. നീ എത്രയും ബുദ്ധിമാനെന്നതും ഇന്നറിഞ്ഞേനകം. വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി, ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ. ആമെങ്കിലാശു ചെന്ന് ആയോധനം ചെയ്ത് രാമാദികളെ വധിച്ചു വരിക നീ. അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടളവുഗ്രനാം കുംഭകർണൻ നടന്നീടിനാൻ. വിഗ്രഹവും കൈവിട്ട് യുദ്ധേ രഘുത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ പ്രാകാരവും കടന്ന് ഉത്തുംഗ ശൈലരാജാകാരമോടലറിക്കൊണ്ടതിദ്രുതം 1000 ഭാരം ഇരുമ്പ് കൊണ്ടുള്ള തന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ട് വാനരസേനയിൽ പൊക്കൊരു നേരത്ത് വാനരവീരരെല്ലാവരും ഓടിനാർ. കുംഭകർണൻ തൻ വരവ് കണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോട്, വൻപുള്ള രാക്ഷസനെ വരിവൻ പറഞ്ഞ് അമ്പരത്തോളം ഉയരമുണ്ടത്ഭുതം യുദ്ധം. രഘുത്തമൻ ചോദിച്ചളവതിനുത്തരമാശ് വിഭീഷണൻ ചൊല്ലിനാൻ, രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജനത്രയും ശക്തിമാൻ ബുദ്ധിമാൻ. ദേവകുലാന്തകൻ നിദ്രാവശൻ ഇവനാവതിൽ ആർക്കുമേറ്റാൽ ജയിച്ചിടുവാൻ. തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ച് അന്നിച്ചയ പൂർവജൻ കാൽക്കൽ വീണിടിനാൻ. ഭ്രാതാവിഭീഷണൻ ഞാൻ തവ ഭക്തിമാൻ പ്രീതി കൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ. സീതയെ നൽകുക രാഘവനെന്നു ഞാൻ ആമോദപൂർവം ആവോളം അപേക്ഷിച്ചൻ. ഖഡ്ഗവും കൈക്കൊണ്ട് നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടും അടുത്തതു കണ്ടു ഞാൻ ഭീതനായി. 4 അമാത്യന്മാരുമായി പോന്ന് സീതാപതിയെ ശരണമായി പ്രാപിച്ചേൻ. യുദ്ധം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർന്നു പുലർന്നാൻ അനുജനെ. പിന്നെ പുറത്തു തലോടി പറഞ്ഞത്, ധന്യനല്ലോ ഭവാനില്ല ഗില്ലേതുമേ. ജീവിച്ചിരിക്ക പലകാല മൊഴിയിൽ സേവിച്ചു കൊള്ളുക രാമപാദാംബുജം നിൻ നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്. നീ നിർമ്മലൻ ഭാഗവതോത്തമൻ എത്രയും നാരായണ പ്രിയനെത്രയും നീ എന്ന് നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം. മായാമയം ഇപ്രപഞ്ചമെല്ലാം ഇനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തിക എന്നത് കേട്ട വിവാദ്യവും ചെയ്തല്ലോ. അതികന്യനായി ബാഷ്പവും മർത്തു വാങ്ങിയിടിനാൻ. രാമഭാഷ്യം പ്രാപ്യ ചിന്താവിവശനായ ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരെ ഹസ്തപാദങ്ങളാൽ മർക്കടവീരരെ ക്രൂദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ. പേടിച്ചെടുത്തു കുടഞ്ഞ് കവികളും എവിടെ തുടങ്ങിനാൻ നാനാദിഗന്ധരെ. അത്തഹസ്തീന്ദ്രൻ എപ്പല കവികളെ 10,100,000 കൊന്നാൻ രക്ഷണാൽ. മർക്കടരാജൻ അത് കണ്ടൊരു മല കൈക്കൊണ്ടെറിഞ്ഞത് മാറിൽ തടുത്തവൻ. കുത്തിനാൽ ശൂലമെടുത്തത് കൊണ്ട് അതിവൃത്രസ്ഥനായി വീണ് മോഹിച്ചു തർക്കജൻ. അപ്പോൾ അവനെ മൂക്കോടെടുത്തുകൊണ്ട് ഉൽപ്പന്നമോദം നടന്നു നിശാചരൻ. യുദ്ധം ജയിച്ച് സുഗ്രീവനെയും കൊണ്ട് നക്തഞ്ചരേശ്വരൻ ചെല്ലുന്ന നേരത്ത് നരീജനം മഹാപ്രാസാദമേറി നിന്ന് ആരുടെ മതം പനിനീരിൽ മുക്കിയ മാല്യങ്ങളും കളപങ്ങളും തൂകിനാൻ. ആലസ്യമാശു തീർന്നിടുവാനാദരാൽ മർക്കടരാജൻ അതേറ്റ് മോഹം വെടിഞ്ഞുൽക്കടരോഷണ മൂക്കും ചെവികളും ദന്തനഖങ്ങളെ കൊണ്ട് മുറിച്ചുകൊണ്ട് അന്തരീക്ഷേ പാഞ്ഞു പോന്നാനതിദ്രുതം. ക്രോധമേറ്റ വിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ട് രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നത് കണ്ട് അതിസന്നദ്ധനായി എടുത്ത് സുമിത്രാത്മജൻ പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാര ബാണഗണം പൊഴിച്ചീരിനാൻ. 10,100,000 വാനരന്മാരെയും മക്രത്തിലാക്കി അടയ്ക്കും അവനുടൻ. കർണനാസ വിലത്തൂടെ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങും അവൻ തഥാ. രക്ഷാവരണം അന്നേരം നിരൂപിച്ച് ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ച് സത്വരം രാഘവൻ തന്നോടെടുത്താൻ. അതുകൊണ്ട് വേഗേന ബാണം പൊഴിച്ചു രഘുത്തമൻ. തെറ്റിണഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമേതാശി കണ്ണിക്കിയാൽ യുദ്ധങ്കണേ വീണ വാനരവൃന്ദവും രക്തവും നക്തഞ്ചരന്മാരൊട്ട് മരിച്ചത്. വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ട് രാമനോട് ഏറ്റമെടുത്ത നിശാചരൻ. ഇന്ദ്രാസ്ത്രമേത് കണ്ണിച്ചാൻ അത് വീണും ഇന്ദ്രാരികൾ പലരും മഴിച്ചേടിനാൽ രഥകോപത്തോട് അലറി അടുത്തിത്. നക്തഞ്ചരാധിപൻ പിന്നെയും അന്നേരം
അർച്ചന്ദ്ര ആകാരമായ 2 അമ്പുകൊണ്ട് ഉത്തുംഗപാദങ്ങളും മുറിച്ചിരൻ വക്രവുമേറ്റം പടർന്ന് വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചെടുക്കുന്നേരം പത്രികൾ വായിൽ നിറച്ച് രഘുത്തമൻ വൃത്രാരി ദൈവതമായി വിളങ്ങിയിടിനോരസ്ത്രമിത് ഉത്തമംഗത്തെയും കണ്ണിച്ച് വൃത്രാരിതാനം തെളിഞ്ഞാന നേരം ഉത്തമാംഗം പുരദ്വാരി വീണ മുറിഞ്ഞ് അബ്ധിയിൽ വീണത് ദേഹവും അന്നേരം സിദ്ധഗന്ധർവ വിദ്യാധര ഗുഹ്യക യേക്ഷഭുജംഗ ഖഗ അപ്സരോ വൃന്ദവും കിന്നര ചാരണ കിങ്പുരുഷന്മാരും പന്നക താപസൻ ദേവസമൂഹവും പുഷ്പവർഷം ചെയ്ത് ഭക്ത്യാപകൊടുത്തിനാൻ പുരുഷം പുരുഷോത്തമം അദ്വയം ദേവമുനീശ്വരൻ നാരദനും തഥാ സേവാറ്റം അമ്പോടവതരിച്ചിരുന്നാൻ രാമം ദശരഥ നന്ദനം ഉൽപ്പല കോമളം ശ്യാമളം കോമളം ഭാനുതർത്തരം പൂർണ്ണചന്ദ്രാനനം കാരുണ്യ പീയൂഷ പൂർണ്ണസമുദ്രം മുകുന്ദം ദയ സദാശിവം രാമൻ ജഗദഭിരാമമാത്മാരാമമാമോദമാർന്ന പുകഴ്ന്നു തുടങ്ങിന സീതാപതേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധി ശ്രീ പുരുഷോത്തമ ശ്രീരാമദേവ ദേവേശ ജഗന്നാഥ നാരായണാഖിലധര നമോസ്തുതേ ഈശസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ ദുഃഖസുഖം അതികളെല്ലാം അനുദിനം കൈക്കൊണ്ടുമായ മാനുഷാകാരനായി ശുദ്ധതത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപമായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായി അവ്യക്തനായി അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി ചിൽഖനാത്മാവായി ശിവനായി നിരീഹനായി ചക്ഷുരന്മീലെന്ന കാലത്ത് സൃഷ്ടിയും ചക്ഷുരന്മീലനം കൊണ്ട് സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ച് ധർമ്മത്തെയും പരിപാലിച്ച് നിത്യം പുരുഷപ്രകൃതി കാലാഖ്യാനായി ഭക്തപ്രിയന പരമാത്മനെ നമഃ യാതൊരാത്മാവിനെ കാണുന്നത് എപ്പോഴും ജാതസി താവസേന്ദ്രന്മാർ നിരാശയ തൽസ്വരൂപത്തിനായിക്കൊണ്ട് നമസ്കാരം ചിൽസ്വരൂപ പ്രഭോ നിത്യം നമസ്തുതേ നിർവികാരം വിശുദ്ധാജ്ഞാനരൂപിണം സർവലോകാധാരമാദ്യം നമ തൽപ്രസാദം കൊണ്ടൊഴിഞ്ഞ് മറ്റൊന്നിനാൽ തൽബോധമുണ്ടായി വരികയുമില്ലല്ലോ തൽപാദപത്മങ്ങൾ കൊണ്ട് സേവിപ്പതിന് ഇപ്പോൾ എനിക്ക് അവകാശമുണ്ടായതും ചിൽപുരുഷ പ്രഭോ നിൻ കൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽ വാഴുക ജഗൽപതേ കോപകാമപ്വേഷ മത്സര കാർപ്പണ്യ ലോപമോഹാദി ശത്രുക്കളുണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിരുവാൻ ശക്തിയുമില്ല നിൻ മായാബലവശാൽ കഥാപീയൂഷപാനം ചെയ്തുകൊണ്ട് ഉൾക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ച നാരദൻ പൂജയും ചെയ്ത് നാമങ്ങൾ ഉച്ചരിച്ച് പ്രപഞ്ചത്തിലൊക്കെ നിരന്തരം നിൻ ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ രാജരാജേന്ദ്ര രഘുകുല നായക രാജീവലോചന രമാപതേ പാതിയും പോയത് ഭൂപാരമെന്ന് നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ യോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനിനാഥനെ കൊല്ലുമായോധനെ പിന്നെ മറ്റന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്ന് ജഗത്രയം രക്ഷിച്ചു കൊള്ളുക ഞാൻ ഇനി ബ്രഹ്മലോകത്തിന് പോകുന്നു മാനവവീര ജയിക്ക നീ യുദ്ധം പറഞ്ഞു വണങ്ങി സ്തുതിച്ച് അതിഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോട് അനുവാദവും കൈക്കൊണ്ട് വേഗേന പോയി മറിഞ്ഞിടിനാനേരം അതികായവധം കുംഭകർണൻ മരിച്ചൊരു വൃത്താന്തവും കൊമ്പം വരുമാറ് കേട്ട് ദശാനൻ മോഹിച്ച് ഭൂമിയിൽ വീണ് പുനരുടൻ മോഹവം തീർന്ന മുഹൂർത്തമത്രം കൊണ്ട് പിന്നെ പലതരം ചൊല്ലി വിരാവിച്ച് ഹീനനായൊരു ദശഗ്രീവ തന്നെ തഥാ ചെന്നു തൊഴുത് പറഞ്ഞു ത്രിശിരസും ഉന്നതനായ ഒരധികായ വീരനും വേദാന്തകനും നരാന്തകനും മുഹുര ഏവം മഹോദരനും മഹാപാശ്വനും മത്തനുന്മത്തനും ഒരുമിച്ച് അതിശക്തിയേറിടും നിശാചര വീരന്മാർ 8 പേരും സമരത്തിനായി ഈകുരം പെട്ടുദുഷ്ടനായ രാവണൻ തന്നോട് ചൊല്ലിനാൻ ദുഃഖിപ്പതിന് എന്തു കാരണം ഞങ്ങൾ ചെന്ന് ഒക്കെ രിപുക്കളെ കൊന്നുവരാമല്ല യുദ്ധത്തിനായി ഐശ്വര്യയിൽ ഞങ്ങളെ ശത്രുക്കളാൽ ഒരു വീടയുണ്ടായി വരാ എങ്കിലോ നിങ്ങൾ പോയി ചെന്ന് യുദ്ധം ചെയ്ത് സങ്കടം തീർക്കുന്ന ചൊന്നാൻ ദശാനൻ കണ്ടുകൂടാതോളമുള്ള പെരുമ്പടയുണ്ടതും കൊണ്ട് പൊയ്ക്കൊള്ളുവിൻ എല്ലാവരും ആയുധവാഹനഭൂഷണജാലവും ആപോളം കൊടുത്താൻ ദശകന്ധരൻ വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരിവരെ വരുമ്പോർക്ക് പുറപ്പെട്ടു ചെന്നത് കണ്ടുള്ളവർ ഊക്കൊരടുത്ത് കവിപ്രവരന്മാരും സംഖ്യയില്ലാതോളമുള്ള പെരുമ്പടവൻ കടൽ പോലെ പരന്നത് കണ്ടളവ് അന്തകൻ വീട്ടിലാക്കിയിരുന്ന സ്വത്തുരം എന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും കല്ലും മലയും മരവും കൈക്കൊണ്ട് ചെല്ലുന്ന വീരരുടെ ഏറ്റവും നിശാചരൻ
കൊല്ലുന്നിതാശ കപിവരന്മാരെയും. നല്ല ശസ്ത്രാസ്ത്രങ്ങളുടെ ക്ഷണാന്തരെ വാരണവാജി രഥങ്ങളും കാലാളും ദാരുണമായുള്ള രാക്ഷസവീരം വീണ് മരിച്ചുള്ള ചോരപ്പുഴകളും കാണായി വലുതായി വലിക്കുന്നതും അന്തമില്ലാത്ത കബന്ധങ്ങളും പല തന്തികയെ നൃത്തമാടി തുടങ്ങി ബലാൽ രാക്ഷസരൊക്കെ മരിച്ചത് കണ്ട് അതിരൂക്ഷത്തെ ഒരിടത്തൻ അന്തകൻ കുന്തവും ഏന്തി കുതിരപ്പുറമേറി അന്തകനെപ്പോലെ വേഗാലടുത്തപ്പോൾ അങ്കദൻ മുഷ്ടികൾ കൊണ്ട് അവൻ തന്നുടൽ ഭംഗം വരുത്തി യമപുരത്താക്കിനാൻ. ദേവാന്തകനും പരിഘവുമായി വന്നു ദേവേന്ദ്രപുത്രതനയനോടേറ്റിത് വാരണമേറി മഹോദരവീരനും തേരിലേറി ത്രിശിരസ് വണങ്ങിയത് മൂവരോടും പൊരുതീരിനാൻ. അങ്കദൻ ദേവാദികളും പുകഴ്ത്തിനാൻ. അന്നേരം കണ്ടു നിൽക്കും വായുപുത്രനും നീലനും വണ്ടി വന്നാശു തുണച്ചാരതു നേരം മാരുതി കൊന്നത് ദേവാന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും ചൂരനാം തൃശിരസിൻ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ. വന്നു ഭരതൻ മഹാപാശൻ അന്നേരം കൊന്നുകളഞ്ഞാൻ. ഋഷഭൻ മഹാബലൻ മത്തനും മരിച്ചാർ. കവിസത്തമന്മാരോട് എതിർത്തതിസത്വരം വിശ്വകവീരൻ അധികായൻ അന്നേരം അശ്വങ്ങൾ 1000 പുട്ടിയ തേരതിൽ ശസ്ത്രാസ്ത്രജാലം നിലച്ചു നിൽക്കും വിധവും നിറച്ച് വില്ലും ധരിച്ച് അസ്ത്രജ്ഞൻ അത്യർത്ഥം യുദ്ധത്തിന് ചെറുഞാണലിയും ഇട്ട് നർത്തഞ്ചര ശ്രേഷ്ഠപുത്രനോടെടുത്തപ്പോൾ നിൽക്കരുതാഞ്ഞ് ഭയപ്പെട്ട് വാനരരൊക്കെ വാൽ പങ്കിച്ച് മണ്ടി തുടങ്ങിനാർ. സാമർത്ഥ്യമേറിയുള്ള ഒരധികായനെ സൗമിത്രി ചെന്ന് ചെറുത്താൻ അതു നേരം ലക്ഷ്മണ ബാണങ്ങൾ ചെന്നടക്കും വിധവ് തൽക്ഷണേ പ്രത്യങ്മുഖങ്ങളായി വീണുപോം. ചിന്തമെടുത്തേതുമാവതെല്ലാം ഏറ്റമന്തനായി സൗമിത്രി നിൽക്കും നേരം മാരുദേവനും മനുഷ്യനായി വന്നു സാരണം സൗമിത്രിയോട് ചൊല്ലിയിടിനാൻ. പണ്ട് വിരിഞ്ചൻ കൊടുത്തോരോ കഞ്ചുകമുണ്ട്, അതുകൊണ്ട് ഇവൻ ഏൽക്കയിൽ ആയുധം ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ. ഇന്നിനി ബ്രഹ്മാസ്ത്രം ഇതിവൻ തന്നെ വധിക്കുന്നതിന് നിന്നാൽ വധിക്കപ്പെടും. ഇന്ദ്രജിത്ത് ഉന്നതനായ ദശാനൻ തന്നെയും കൊന്ന് പാലിക്കും ജഗത്രയം രാഘവൻ എന്ന് പറഞ്ഞ് സമീരണൻ ലക്ഷ്മണൻ നിജ പൂർവജൻ തൻ പദം ഉൾക്കാമ്പിൽ നന്നായി ഉറപ്പിച്ച് വന്നിച്ച് പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ച് തൽക്ഷണേ കണ്ടം മുറിച്ചാനത് നേരം ഭൂമ പതിച്ചൊരധികായ മസ്തകം മതമൽ കൊണ്ടെടുത്തു. കവികുലം രാമാന്തികയെ വെച്ച് തൊഴുതിയിരുന്നാമയം കൊണ്ടു ശേഷിച്ച രക്ഷോഗണം രാവനോട് അറിയിച്ചാൻ അവസ്ഥകൾ ആ വിധി എന്നലറിയ ദേശകണ്ഠനും. ഇന്ദ്രജിത്തിൻ്റെ വിജയം. മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിരുന്നേർ ഏറ്റവും എന്തിന് നല്ലത് ശങ്കര ദൈവമേ. ഇത്തം വിലപിച്ച നേരത്ത് ചെന്ന് ഇന്ദ്രജിത്ത് നമസ്കരിച്ചിരുന്നാൻ. താതനെ ഖേദമുണ്ടാകരുത് ഏതുമേ മനസ്സേ. താതന് ജ്ഞാനിക ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ട്. അത്തലം തീർത്തിരുന്നരുളേണമേ. സ്വസ്ഥനായി വാഴുക, ചിന്തയും കൈവിട്ട് യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ എന്നത് കേട്ടു തനേനെയും ഉണർന്നെന്നെ സുഖമേ ജയിച്ചു വരിക നീ. വമ്പനാം പുത്രനും കുമ്പിട്ട് താതനെ തൻപടയോടും നടന്നു തുടങ്ങിനാൻ. ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്ന് ചെമ്പാരിജിത്തും നികുംബില പൊക്കിത് സംഭാരജാലം സമ്പാദ്യ സാദരം സംഭാവ്യ ഹോമം ആരംഭിച്ചതു നേരം രക്തമല്യാംബര ഗന്ധാനുലേപന യുക്തനായി തത്ര ഗുരുപദേശാന്വിതം ഭക്തി കൊണ്ട് ഉജ്ജ്വലിപ്പിച്ചു. അഗ്നിദേവനെ ശക്തി തനിക്ക് വർദ്ധിച്ചു വരുവാനായി നക്തഞ്ചരേധവ്യപുത്രനും എത്രയും വ്യക്തവർണ്ണസ്വരൂപം മന്ത്രപുരസ്കരം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചത്. ചിത്രഭാന പ്രസാദത്താൽ അതിദ്രുതം ശസ്ത്രാസ്ത്ര ചാപരഥാദികളോടും അന്തർധാന വിദ്യയും ലബ്ധ്വ നിരാകുലം ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ട് രാമാദികളോട് പോരിനായ ആശരൻ പൊറക്കുളം ബുക്കൊരു നേരം കവികളും രാക്ഷസരെ ചെറുത്താർത്തരുത്തിരുന്നാൻ. മേഘജാലം വർഷിക്കുന്നത് പോലെ മേഘനാഥൻ കണതൂക്കി തുടങ്ങിനാൻ. പാഷാണ പർവ്വതവും വൃക്ഷാദികൾ കൊണ്ട് ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാൻ. വാരണവാജി പദാതി രഥികളും അന്തകൻ തൻ പുരയിൽ ചെന്ന് ബുക്കാർ അന്തം വരുന്നത് കണ്ടൊരു രാവണി സന്താപമാരോട് അന്തർധാനവും ചെയ്ത് സന്തതം തൂകിനാൻ. ബ്രഹ്മാസ്ത്ര സഞ്ചയം വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വണ്ണം വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ. വമ്പരാം മർക്കടന്മാരുടെ മെയ്യിൽ വന്ന് 50, 100, 200, 500 അമ്പുകൾ കൊണ്ട് കലർന്നു ദരിദ്ര കമ്പം കറന്ന് മോഹിച്ചു വീണിടിനാർ. 50 ബാണം വിവിധനേറ്റ് പിന്നിൽ 9 മൈന്ദനും 5 ഗജന്മേലും 90 ബാണം നളനും തറച്ചത് ഔവണ്ണം ഗന്ധമാതരന്മയിലും
ഈരൊമ്പതേറ്റിത നീലനും 30 മീരഞ്ച് ബാണങ്ങൾ ജാമ്പവാൻമയിലും 6 പനസനും 7 വിനതൻ ഈരാറ് സുഷേണനുമട്ട് കുമുദനും 5 വണമർഷനും കേസരിക്ക് 6 മരമ്പതും കൂടെ വന്നേറ്റിത് 10 ശരതബലിക്ക് 50 ധൂമ്രനും 10 മരട്ടും പ്രമാധിക്കുമേറ്റിത് 10 25 ഏറ്റിത് ശക്തിയേറും വേഗദർശിക്ക് അതുപോലെ 40 കൊണ്ട് ദതിമുഖന്മയിലും 42 ഗവാക്ഷനുമേറ്റിത് 3 ഗവയനും 5 ശരവനും 3 മരുനാലുമേറ്റ് സുമുഖനും ദുർമുഖനേറ്റിത് 24 സമ്മാനമായി 65 താരനും ജ്യോതിർമുഖനും 60 ഏറ്റത് പുനരാതങ്കമോട് 50 അഗ്നിവദനും അങ്കദന്മേലും 75 കൊണ്ടിത് തുങ്കനാം സുഗ്രീവനേറ്റു ശരശതം യുദ്ധം കവികുലനായകന്മാരേറ്റത് 67 കോടിയും മീനത് ഭൂതലെ മർക്കടന്മാർ 21 വെള്ളവും മർക്കട തന്നെയും വീണവരന്തരം ആവതില്ലേതിന് നമുക്കിന്ന് ദേവദേവന്മാർ അന്യോന്യം അന്നേരം വ്യാകുലം കൊണ്ട് പറഞ്ഞു നിൽക്കെ ഋഷരാഘവന്മാരെയും ഏതു വീഴ്ത്തി ഞാൻ മേഘനാഥൻ മഹാവീര്യവ്രതധരൻ ശോകവിഷണ്ണമായ നിശ്ചലമായ ലോകവും കൗണപാതി ജയത്തിനാൽ ആഖണ്ഡലാരിയും ശംഖനാദം ചെയ്ത് വേഗനല്ലെങ്കിൽ പൊക്കിരുന്നിരുന്നൻ ഏകസമൂഹവും മകേ ഗതാശയാ ഔഷധാഹരണയാത്ര. കൈകസീനന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായനൻ പൊക്കുവൻ മേലിലാവത്ത് ഞാനെന്നോർത്ത് പോർക്കളം കൈവിട്ട് വാങ്ങി വന്നീരനൻ കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൻ പ്രാണനുള്ളവരാരെന്നറിയണം എന്നോർത്ത് നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ ആക്കമേരും വായു തണ്ണുമന്നേരം ആരിനിയുള്ളതൊരു സഹായത്തിനെന്ന് ആരായിക വേണമെന്നോർത്ത് അവനും സദാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ചാകാതവരിൽ ആരെന്ന് നോക്കുവാൻ ഏകാകിയായി നടന്നേരം തത്ര രാഘവഭക്തൻ വിഭീഷണനെ കണ്ട് തമ്മിൽ അന്യോന്യം അറിഞ്ഞ് ദുഃഖം കൊണ്ട് നിർമ്മലന്മാർ നടന്നിരുന്നാർ. പിന്നെയും ഭാതോജ സംഭവനന്ദൻ ജാമ്പവാൻ താതൻ അനുഗ്രഹം കൊണ്ട് മോഹം തീർന്ന് കണ്ണുപിടിപ്പാൻ അരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്ന് വിഭീഷണൻ ചോദിച്ചത് ആദരാൽ നിന്നുടെ ജീവനുണ്ടോ കവിപുങ്കവ? നന്നായതെങ്കിൽ നീ എന്നെ അറിഞ്ഞതോ? കണ്ണ് മിഴിച്ചു കൊടാരുതരം കൊണ്ട് നീണ്ട വാക്ക് കറ്റുള്ളിൽ വിഭാതിമേ രാക്ഷസരാജൻ വിഭീഷണനെ എന്നത് സാക്ഷാൽ പരമാർത്ഥം എന്നോട് ചൊല്ലുക. സത്യം വിഭീഷണനായത് ഞാനിടോ? സത്യമതേ പുനരെന്നോട് എന്നത് കേട്ടവൻ ചോദിച്ചത് ആശരാധീശ്വരൻ എന്നോട് ബോധമുണ്ടല്ലോ ഭവാൻ ഏറ്റമാകയാൽ മേഘനാഥാസ്ത്രങ്ങളേറ്റ് മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനുടയവനെങ്ങാനുമുണ്ടെങ്കിൽ ആവതെല്ലാം തിരയണമിനിയല്ലോ. ചോദിച്ചതാശു വിഭീഷണൻ എന്തേടോ വാതാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമസൗമിത്രി സുഗ്രീവാങ്കദാദികൾ അവരേവരിലും വിശേഷിച്ച് നീ ചോദിച്ചെന്ത് സമീരണപുത്രനെ മോദിച്ചതെന്തവനെക്കുറിച്ചേറ്റവും എങ്കിലൊക്കെ നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും മാരുതപുത്രൻ മരിച്ചതെന്നാകിൽ മറ്റാരും ഇല്ലൊക്കെ മരിച്ചതിനൊക്കുമേ സാരസംഭവപുത്രവാക്യം കേട്ട് മാരുതിയും ബഹുമാനിച്ച് സാദരം ഞാനിതല്ലോ മരിച്ചില്ലെന്ന് അവൻ കാൽക്കൽ ആമോദം ഉൾക്കൊണ്ട് വീണ് വണങ്ങിനാൻ. ഗാഠമായി ആശ്ലേഷവും ചെയ്ത് ജാമ്പവാൻ കൂടെ തലയിൽ മുകർന്നു ചൊല്ലിയിടാൻ മേഘനാഥ അസ്ത്രങ്ങളേറ്റ് മരിച്ചോരോ ശാഖാമൃഗത്തെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരാരുമില്ല നീ എന്നെ പോകവേണമെന്ന് ഹിമവാനെയും കടന്ന അകുലമറ്റ് കൈലാസശൈലത്തോളം കൈലാസ സന്നിധിയിങ്കലും വൃഷഭാദ്രിമേലുണ്ട് ദിവ്യ ഔഷധങ്ങൾ അറിയുക നീ. 4 ദിവ്യൌഷധങ്ങൾ അവറ്റിൻ4 നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകരണി എന്നതൊന്നിടോ, പിമ്പ് സന്താനകരണി, 3-മതും നല്ല സുവർണകരണി, 4-മതും ചൊല്ലുവൻ ഞാൻ മൃതസഞ്ജീവനി സഖേ. 2 ശൃംഗങ്ങൾ ഉയർന്നു കാണാം, അവരണ്ടിനും മധ്യേ മരുന്നുകൾ 40 ആദിത്യനോളം പ്രഭയുണ്ട് 4-നും. രഥസ്വരൂപങ്ങളെന്ന് വരിക നീ. വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരനദിയും രാജ്യങ്ങളും കടന്നാരാൽ വരിക. മരുന്നുകളും കൊണ്ട് മാരുതൻ നന്ദന പോക നീ വൈകാതെ. യുദ്ധം വിദുസൻ വാക്ക് കേട്ടവൻ ഭക്തിയാ തൊഴുത് മാഹേന്ദ്രമേറിയ മേരുവിനോളം വളർന്നു ചമഞ്ഞാൻ അവൻ വരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസനും വിറയ്ക്കും വണ്ണം. ശങ്കാരഹിതം കരുത്തോടലറിനാൻ
വായുവേഗന കുതിച്ചുയർന്നമ്പരെ പോയവൻ നീഹാരശൈലവും പിന്നിട്ട് വൈരഞ്ചമണ്ഡലവും ശങ്കരശൈലവും നേരെ ധരാനദിയും മളകാപുരം മേരുഗിരിയും വൃഷഭാദ്രിയും കണ്ട് മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ. കാലനേമിയുടെ പുറപ്പാട്. മാരുതന്നന്ദനൻ ഔഷധത്തിരങ്ങ് മാരുതവേഗേന പോയതറിഞ്ഞൊരു ചാരപരന്മാർ നിശാചരാധീശനോടാരുമറിയാതെ ചെന്ന് ചൊല്ലിയിടിനാൻ. ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ പാതരം വിചാരം കലർന്നു മരുവിനാൻ. ചിന്താവശനായി മുഹൂർത്തമിരുന്നളവ് അന്തർഗൃഹത്തിങ്കൽ നിന്ന് പുറപ്പെട്ട് രാത്രിയിൽ ആരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമി ഗൃഹം പ്രാപിച്ചളവ്. അതിവിസ്മയം പൂണ്ടവൻ ആമോദപൂർവം തൊഴുത് സന്ത്രസ്തനായി അർഘ്യാദികൾ കൊണ്ട് പൂജിച്ചോദിച്ചാൻ. അർക്കോദയം വരും മുമ്പേ ലഘുതരം ഇങ്ങെഴുന്നള്ളുവാൻ എന്തൊരു കാരണം? ഇങ്ങനെ മറ്റുള്ള അകമ്പടി കൂടാതെ ദുഃഖനിവേദിതനാക്കിയ രാവണൻ അക്കാലനേമി തന്നോട് ചൊല്ലിയിടിനാൻ. ഇക്കാല വൈഭവം എന്ത് ചൊല്ലാവതുമൊക്കെ നിന്നോട് ചൊൽവനാത്രേ വന്നതും. ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റ ശുവീനീടിനാൻ ഭൂതലെ നിന്നെ. പിന്നെ വിരിഞ്ചാസ്ത്രമേ ഇത് ആത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്ന് രണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. പിന്നിപ്പറയുമടുപ്പിച്ചത് ആത്മജൻ ഇന്ന് ജീവിച്ചു കൊള്ളുവാൻ മാരുതനന്ദൻ ഔഷധത്തിന് പോയി ഇടിനാം. ചെന്ന് വിഘ്നം വരുത്തേണമതിന് നീ. നിന്നോട് വായുവും ചൊല്ലും അതിനിടോ. താപസനായി ചെന്ന് മാർഗമധ്യാപക്ക് പാപനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ച് കാലവിളംബരം വല്ല കണക്കിനും നീ വരുത്തിയിരണം. താമസവാക്കുകൾ കെട്ടുന്നേരം കാലനേമിയും രാവണൻ തന്നോട് ചൊല്ലിനാൻ. സാമവേദജ്ഞ സർവജ്ഞ ലങ്കേശ്വര സാമമാം എന്നിട വാക്ക് കേൾക്കണമോ. നിന്നെക്കുറിച്ച് മരിപ്പതിനിക്കാലം എന്നുള്ളിലേതും മടിയില്ല നിശ്ചയം. ആരീജനക്കണക്കെ മരിപ്പാൻ മനക്കാരിൽ എനിക്കേതുമില്ല ഒരു ചഞ്ചലം. തമ്പിൾ മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും വൃത്തിരും ഒക്കെ മരിച്ച് നീ ജീവിച്ചിരുന്നിട്ട് ദുഃഖമഴിഞ്ഞെന്തൊരു ഫലമുള്ളതും. എന്ത് രാജ്യം കൊണ്ട് പിന്നെ ഒരു ഫലം? എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും ഹന്ത ജടാത്മകമായ ദേഹം കൊണ്ടും എന്തു ഫലം തവ ചിന്തിച്ചു കാൺകടോ. സീതയെ രാമന് കൊണ്ട കൊടുത്ത് നീ സോദരനെ കൊണ്ട് രാജ്യവും മഴുക കാനനം തന്നിൽ മുനിവേഷവും കൊണ്ട് മാനശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യക്ഷ സിദ്ധാശുദ്ധ തോയെ കൊളിച്ച് അത്യന്ത ഭക്തിയോടെ അർക്കോദയം കണ്ട് സന്ധ്യാ നമസ്കാരവും ചെയ്ത് ശീഘ്രം ഏകാന്ത സുഖാസനം പ്രാപിച്ച് തുച്ഛനായി സർവ്വവിഷയ സംഘങ്ങളും കൈവിട്ട് സർവ്വേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മയെ കണ്ട് ആത്മനിയും ആത്മാനമാത്മന സ്വാത്മോദയം കൊണ്ട് സർവ്വലോകങ്ങളും സ്ഥാപരജംഗമജാതികളായുള്ള ദേവതിരിക്ക് മനുഷ്യാദി ജന്തുക്കളും ദേഹപത്രിയ നിധികളും നിത്യാം സർവത്തിനും ആധാരമെന്നതും ബ്രഹ്മം ആ ബ്രഹ്മസ്തപര്യന്തം എന്തോന്ന് താല്പര്യം ഉൾക്കൊണ്ട് കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്ര ചൊല്ലപ്പെടും സൽഗുരുമായി എന്നും പറഞ്ഞിരുന്നു. ഇക്കണ്ട ലോകവൃക്ഷത്തിന് അനേകത സർഗസ്ഥിതി വിനാശങ്ങൾക്ക് കാരണം ലോഹിത ശ്വേതകൃഷ്ണാതിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായയാ. പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണ ഹിംസാദികളുടെ തൻ്റെ ഗുണങ്ങളെ കൊണ്ട് മോഹിപ്പിച്ച് തൻ്റെ വശത്താക്കും ആത്മാവിനെ അവൾ. കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യം ആത്മാവാകും ഈശ്വരൻ്റെങ്കലെ ആരോപണം ചെയ്ത് തൻ്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു. ശുദ്ധൻ ആത്മാപരണേകൻ അവളോട് യുക്തനായി വന്ന് പുറത്ത് കാണുന്നത് തന്നെ ആത്മാവിനെ താൻ മറക്കുന്നത് അന്യഹമായ ഗുണവിമോഹത്തിനാൽ ബോധസ്വരൂപനായൊരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി കാണുന്നത് ആത്മാവിനെ സ്പഷ്ടമായി സദാ വേണുന്നതെല്ലാം അവറ്റു വന്നുതാ. ദുഷ്ട പ്രകൃതി ഗുണങ്ങളോടാശ് വേർപെട്ട ജീവൻ മുക്തനായി വരും. ദേഹിയും നീയുമേവം സദാത്മാനം വിചാരിച്ച് മായാഗുണങ്ങളിൽ നിന്ന് വിമുക്തനായി അദ്യപ്രവൃത്തി വിമുക്തനായി ആത്മാവിധിജ്ഞാത്വ നിരസ്താശയ ജിതകാമനായി ധ്യാനനിരതനായി വാഴുകന്നാൽ വരും ആനന്ദമേതും വികല്പമില്ലോർക്ക. നീ ധ്യാനിപ്പതിന് സമർത്ഥനല്ലെങ്കിലോ മാനസേ പാവനെ ഭക്തി പരവശേ നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ച അത്യന്തശുദ്ധ്യ സുബുദ്ധ്യ നിരന്തരം പത്മകർണിക മധ്യേ സുവർണപീഠോൽപദേ രത്നഗണാഞ്ജിതേ നിർമ്മലേ ശ്ലഷ്ണേ മൃദുതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണസേവിതം ബാണധനുർധരം വീരാസനസ്ഥം വിശാല വിലോല ഐരാവതീ തുല്യ പീതാംബരധരം ഹാരകിരീടകൈയോരാംഗതാങ്കുലീയോരു രത്നാഞ്ജിത കുണ്ടല നൂപുര ചാരുകടക കടിസൂത്ര കൗസ്തുവസാര സമാല്യ വനമാലികാധരം ശ്രീവത്സവക്ഷസം രാമം രമാപരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃദിസ്ഥിതം സർവേശ്വരം പരം സർവവന്ദ്യം ശരണാഗതവത്സരം ഭക്ത്യ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം. ചരിത്രം കെട്ടുകൊള്ളുകയും ചൊല്ലുകയും ഉച്ചരിച്ചും രാമരാമ സന്തതം ഇങ്ങനെ കാലം കഴിച്ചു കൊള്ളുന്നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു? ജന്മാന്തരത്തിങ്കലുള്ള ഒരു കൽമഷമൊക്കെ നശിച്ചു പോകും നിശ്ചലം.
വൈരം വെടിഞ്ഞ് അതിഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്കുന്ന ദേവം പരിപൂർണമേകം സദാ ഹൃദിഭാവിതം ഭാവരൂപം പുരുഷംബരം നാമരൂപാധിഹീനം പുരാണം ശിവം രാമമേവം ഭജിച്ചേരു നീ സന്തതം. രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ ക്രോധസാമ്രാക്ഷനായ വാളുമായ ഗളം ചതിപ്പതിനൊരുമ്പെട്ട് ചൊല്ലിയിരുന്നാൻ, നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനി കാര്യങ്ങൾ പിന്നെ എല്ലാം വിചാരിച്ചു കൊള്ളടോ. കാലനേമി ക്ഷണതാചരണം നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിനാൻ, രാക്ഷസരാജ ദുഷ്ടാത്മൻ മതിമതി വൃക്ഷതാഭാവം ഇതുകൊണ്ട് കിംഫലം. നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പൻ അതെന്നുടെ സൽഗതിക്കെന്ന് ധരിക്കുന്നീ സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന് ഞാനദ്യ സമുദ്യുക്തനായാൻ മടിയാതെ എന്ന് പറഞ്ഞ ഹിമാദ്രി പാർശ്വേ വൃശം ചെന്നിരുന്നൻ മുനിവേഷമായ തൽക്ഷണേ കാനായതാശ്രമമായ വിരചിതം നാനാമന് ജനസേവിതമായതും ശിഷ്യജന പരിപാചാരക സംയുക്തം വൃക്ഷാശ്രമം കണ്ടുവായതിനും ചിന്തിച്ചു നിന്നാൻ. ഇവിടെ ഒരു ആശ്രമം എന്ന മൂലം പണ്ട് കണ്ടിട്ടുമില്ല ഞാൻ. മാർഗവിഭ്രംശം വരികയോ കേവലം ഓർക്കണമെന്മാനോ വിഭ്രമമല്ലി നാനോ പ്രകാരവും. താപസനെ കണ്ട് പാനീയപാനവം ചെയ്ത് ദാഹം തീർത്ത് കാണാം മഹൌഷധം നിൽക്കും അത്യുന്നതം ദ്രോണാചലം രഘുപുങ്കവാനുഗ്രഹാൽ ഇത്തം നിരൂപിച്ചൊരു യോജനായുധം വിസ്താരമായ മായാശ്രമാശ്രമം ശംഭാപനസ ഖർജൂര കേരാമ്രാദി സമ്പൂർണ്ണമത്യച്ഛതോയവാപീയുധം കാലനേമി ത്രിയാമാചരണം തത്ര ശാലയിൽ ഋത്വിക് സദസ്യാദികളോടും ഇന്ദ്രിയാഗം ദൃഢമാർ അനുഷ്ഠിച്ച് ചന്ദ്രചൂട പ്രസാദം വരുത്തിയിരുവാൻ ഭക്ത ശിവപൂജയും ചെയ്തു വാഴുന്ന കുഞ്ചരനെതനാം താപസ ശ്രേഷ്ഠനെ വീണ നമസ്കാരവും ചെയ്തരൻ ജഗൽപ്രാണതനേനും ഇങ്ങനെ ചൊല്ലിനാൻ. രാമദൂതോഹം ഹനുമാനിധി മമനാമം പവനജ് അഞ്ജനാനന്ദനെ രാമകയ്യേറ്റമായി ശ്രീരാംബുധ രാശിക്ക് സാമോദമെന്ന് പോകുന്ന തപോനിധി ദേഹരക്ഷാർത്ഥം ഇവിടേക്ക് വന്നത് ദാഹം പറഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ. എങ്ങ് ജലസ്ഥലമെന്ന് അരുൾ ചെയ്യണം എങ്ങുമേ പോർക്കരുതെന്നൻ മനോഗതം രാമാര് ചെന്നത് കേട്ട് നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിയിടനൻ. മാമകമായ കമണ്ഡലുസ്ഥം ജലം ആമയം തീരുവോളം കുടിച്ചിരുക വക്ക് ഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞ് കുറഞ്ഞൊന്നുറങ്ങുക. ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി ഭൂതവും ഭവ്യവും മേൽ ഭവിപ്പതും ദിവ്യദൃശ കണ്ടറിഞ്ഞിരിക്കുന്നത് സുവ്യക്തമായി അതുകൊണ്ട് ചൊല്ലിയിടുവൻ. വാനരന്മാരെ സുഭദ്രാതനയനും മാനവീരനെ നിരീക്ഷകനാകയാൽ മഹുവം തീർന്നെഴുന്നേറ്റത് എല്ലാവരും ആ മഹത്വത്തിനൊരും ഒരുമിച്ച് നിന്നിരുന്നാൻ. ഇത്തമാകർണ ചൊന്നാൻ കവിപുങ്കവൻ എത്രയും കാരുണ്യശാലിയില്ലോ ഭവാൻ. പാരം ഭരതമേ ദേഹം ദാഹമുണ്ടതുകൊണ്ട് പോരാ കമണ്ഡല സംസ്ഥിതം ജലം വൈദ്യനെ നേവം ചെന്ന നേരത്ത് മായാവിരചിതമായ വടുവിനെ തവയാകരം ചെന്ന് കട്ടിക്കൊടുക്കുന്ന ഭൂയോമുത കാലനേമിയും ചൊല്ലിനാൻ. നേത്രനിമീലം ചെയ്ത പാനീയവും മമാന്തികം പ്രാപിക്ക സുത്തരം എന്നാൽ നിനക്ക് ഔഷധം കണ്ടു കിട്ടുവാൻ ഇന്ന് നല്ലൊരു മന്ത്രോപദേശം നൽകിയിടുവൻ. എന്ത് കെട്ടു വിശ്വാസേന മാരുചെന്ന നയച്ച് വരുവിനോടും പുതാ കണ്ണുമടച്ചു ഭാവീതരം പ്രാപിച്ച് കണ്ണീർ കുടിപ്പനുടങ്ങും ദശാന്തരെ വന്ന് ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകവിവീരനെ തിന്നുകളവാനൊരുമ്പെട്ട നേരത്ത് കണ്ണുമഴിച്ച് കവിതരണം നോക്കിനാൻ വക്രം പലർന്ന് കണ്ടോരോ മകരിയെ ഹസ്തങ്ങൾ കൊണ്ട് പടർന്നാൻ കവിവരൻ. ദേഹം ഉപേക്ഷിച്ച് മേൽപോട്ട് പോയത് ദേഹിയും മിന്നൽ പോലെ തത്യത്ഭുതം ദിവ്യ വിമാനദേശയെ കണ്ടിത്തന്നേരം ദിവ്യരൂപത്തോട് നാരിമണിയെയും രഥോഹരാംഗിയായും അപ്സര സ്ത്രീമണി വാദജ്ഞരോട് ചൊന്ന അളതു നേരം നിന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്കിന്ന് വന്നു ശവമോക്ഷം കപിവരാ. മുന്നമൻ അപ്സര സ്ത്രീ ഞാൻ ഒരു മുനി തന്നുടെ ശാപേന രാക്ഷസിയായതും അന്യമാലിയത്തിനെ നാമം മഹാമതേ മനുന നീനി ഒന്ന് ധരിക്കണം തത്ര പുണ്യാശ്രമേ നീ കണ്ട താവസൻ നക്തഞ്ചരൻ കാലിനി മഹാഖരൻ രാവണപ്രേരിതനായി വന്നിരുന്ന അവൻ താവക മാർഗവിഘ്നം വരുത്തിയിടുവൻ താവസവേഷം ധരിച്ചിരിക്കുന്നത് താവസ ദേവഭൂദേവാദിഹിംസകൻ ദുഷ്ടനെ വേഗം വധിച്ച് കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവ്വതം പ്രാപിച്ച് ദിവ്യ ഔഷധങ്ങൾ കൊണ്ട് അങ്ങു ചെന്നിന് ക്രവ്യാദ വംശമശേഷമെടുക്കുക. ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു വനവീര കുശലം ഭവിക്കതേ. പോയാൾ ഇവണ്ണം പറഞ്ഞവൾ മാരുതി മായാവിയാം കാലനിമിതൻ അന്തികെ ചെന്നാൻ അവനോട് ചെന്നാൻ അസുരനും വന്നിടുവാൻ ഇത്ര വൈകിയതെന്തരോ കാലമിനിക്കളയാതെ വരിക നീ മൂലമന്ത്രോപദേശം ചെയ്യുവനാശു ഞാൻ. ദക്ഷിണയും തന്ന അഭിവാദ്യവും ചെയ്ത് ദക്ഷിണായി വന്നുകൂടും ഭവാൻ നിർണയം തൽക്ഷണേ മുഷ്ടിയുത്തം ബുദ്ധ്വ ദൃഢകരം രക്ഷപ്രവൃത്തങ്കമാങ്കേ കവിവരൻ വന്നടിച്ചാൻ. അതുകൊണ്ട് അവനും തഥാ ചെന്ന് ഉക്കീരനാൻ ധർമ്മരാജാലയം.